എങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നോ? എന്തായാലും എന്റെ ഭാര്യ പറഞ്ഞത് ശരി തന്നെയാണ്. ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ മതിയായിരുന്നു. എന്തായാലും അവസാനം ഞാൻ ശരിക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചല്ലോ. അതുപോട്ടെ, ഇവിടുത്തെ പഴയ ഹൗസ് ഓണറിന്റെ പ്രേതത്തിന്റെ കാര്യം എന്തായി? നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ തന്നെയാണ് ശരി. വെറുതെ നിങ്ങളെ പറ്റിക്കാൻ ഞാൻ പറഞ്ഞൊരു നുണക്കഥയല്ലേ അത്. 40 വർഷമായി ഞാൻ ഇവിടെ കഴിയുകയാണ്. ഞാൻ ആകെപ്പാടെ മേടിച്ചിട്ടുള്ളത് എന്റെ മുഖം കണ്ണാടിയിൽ കാണുമ്പോഴാണ്. ഇന്നലെ ഒരു അല്പം പോലും ഉറങ്ങിയിട്ടില്ല. എല്ലാരും വരും, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. അങ്ങനെ അവസാനം പ്രേതം ക്രെഞ്ചോ അങ്കിളായിട്ട് മാറി. അപ്പൊ പ്രേതമില്ലാന്ന് മനസ്സിലായില്ലേ? ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇപ്പൊ എല്ലാരും പോയി കിടന്നുറങ്ങൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ വിശദമായിട്ട് സംസാരിക്കാം. നമുക്ക് നാളെ തന്നെ പോകണ്ട അച്ഛാ. ഈ വെക്കേഷൻ മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിക്കാം. പ്ലീസ് അമ്മേ, ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്. നിങ്ങളുടെ ഇഷ്ടം. ശരി ശരി, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. ഇങ്ങനെയുള്ള പ്രേത കഥകളൊന്നും വിശ്വസിക്കില്ല എന്ന്. എന്താ മനസ്സിലായോ? ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു.